കൊടുങ്കാറ്റിനെ അതിജീവിച്ചാണ് കപ്പൽ കരയ്ക്കടുപ്പിച്ചത്. കടലിൽ കാണാത്ത കാറ്റാണ് കരയിൽ നേരിട്ടത്. കടലിൽ ഉലയാത്തവൻ കരയിലും ഉലഞ്ഞില്ല. പട നയിച്ചവൻ തന്നെ നാടു നയിക്കും. പേര് വടശ്ശേരി ദാമോദരൻ സതീശൻ. 10 കൊല്ലം കാത്തിരുന്ന് കിട്ടിയതല്ലേ, പാളിപ്പോകരുത്. പാതി വഴിയിൽ വീണുപോകരുത്. തിരിഞ്ഞും മറിഞ്ഞും കൂടിയാലോചനയുടെ അവസാന കണിക വെച്ചും ചികഞ്ഞു നോക്കിയതാണ് ഹൈക്കമാൻഡ്. 11 ദിവസം കാത്തിരുന്നൊടുക്കം നമ്പർ 10 ജൻപതിലെ ചിന്തകളെല്ലാം മുടക്കി നിന്നത് ഒറ്റപ്പേരിൽ. 5 വർഷം മുമ്പ് 140 പേരുള്ള സഭയിലേക്ക് വെറും 21 പേരെയും കൊടുത്ത് പണിക്കയച്ചതാണ്. 5 വർഷം കഴിഞ്ഞ് ആഹ്ലാദ ചിത്തനായി സതീശൻ തിരിച്ചു വന്നു. 21 63,000 കണക്കുകൾ ആവേശത്തോടെ നിരത്തി. കുടിച്ച കൈപ്പുനീരിന്റെയും കടന്നുപോയ കനൽ വഴികളുടെയും കഥകൾ പറഞ്ഞു. ഇനിയും ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടില്ല. അർഹത ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം തനിക്കായൊരു വിളി വരുമെന്ന പ്രതീക്ഷയിൽ മടക്കം. അവഗണിക്കുമോ എന്ന ആധിയിൽ അപ്പോഴേക്കും ആൾക്കൂട്ടം തെരുവ് കീഴടക്കിയിരുന്നു. 5 കൊല്ലം കൊണ്ട് അയാളെ വിശ്വസിച്ചിറങ്ങിപ്പോന്ന അസംഖ്യം മനുഷ്യർ. ആ വൈകാരിക വേലിയേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമായിരുന്നില്ല. 11ാം നാൾ പ്രഖ്യാപനം വന്നു. വിസ്മയങ്ങളുടെ തുടർച്ചയിൽ വി ഡി സതീശൻ കേരളത്തെ നയിക്കാൻ നിയോഗിക്കപ്പെടുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി. KPCC പ്രസിഡന്റായിട്ടില്ല, DCC പ്രസിഡന്റുമായിട്ടില്ല, KSUവിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ അമരത്തിരുന്നിട്ടില്ല. നെട്ടൂരുകാരൻ ആദ്യമായിട്ട് മന്ത്രിയാവുകയാണ്. അതാകട്ടെ മുഖ്യമന്ത്രിയും. കാത്തിരിപ്പിന്റെ നിരാശയും പരിഹാസങ്ങളും സ്വിച്ചിട്ട പോലെ ആഘോഷങ്ങൾക്ക് വഴിമാറുന്നു. തിങ്കളാഴ്ച കോൺഗ്രസുകാർക്ക് നല്ല ദിവസമാണ്. ജനമഹാസാഗരത്തിന്റെ നടുക്ക് സതീശൻ എഴുന്നേറ്റ് നിൽക്കും. നിയമം മൂലം സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും സത്യസന്ധതയും പുലർത്തുമെന്ന് ആണയിടും. പിണറായിക്ക് പകരം സതീശനെ വിശ്വസിച്ച ജനക്കൂട്ടത്തിലേക്ക് നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ നിന്ന് അയാൾ ഇറങ്ങി വരും. സതീശൻ ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയാകാൻ കഴിയില്ലായിരിക്കാം, AK ആന്റണിയാകാനും കഴിയില്ലായിരിക്കാം. പക്ഷേ അയാൾ വി ഡി സതീശനായിരിക്കുന്നത് വരെ ജനം ഒപ്പമുണ്ടാകും. ആ വിശ്വാസം കാക്കാൻ വീടിക്കാലത്തിന് കഴിയട്ടെ എന്ന ആശംസകളോടെ